പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ചെടികൾ വളർത്തുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ ചെടി ഒന്ന് ഡെവലപ്പായിട്ട് ഒന്ന് വളർന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ പൂടാൻ വേണ്ടിയിട്ട് പൂടാൻ ആവശ്യമായിട്ടുള്ള വളങ്ങളും ചെയ്തു കൊടുക്കും. അതോടുകൂടി പൂടും, പക്ഷെ ചെടി അതോടുകൂടി തീരും. ചെടി പിന്നെ വളർച്ചെല്ലാം മുരടിച്ച് ഒരു ഡോർമൽ സ്റ്റേജ് പോലത്തെ സ്റ്റേജിലേക്ക് മാറും. പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണിത്. ചെടി ഒന്ന് വളരാൻ അനുവദിക്കാതെ നമ്മളതിന് പൂടാൻ വേണ്ടി പൂ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അതോടുകൂടി ചെടിയുടെ വളർച്ച അങ്ങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നഴ്സറിന്ന് മേടിച്ചു കൊണ്ടുവന്ന ഒരു ചെടി നമ്മൾ മനസ്സിലൊരു രൂപം നമ്മൾ കാണുക, ഭാവിയിൽ ഇന്ന രീതിയിൽ ചെടി വളരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെടി നടുക. ആ ഘട്ടങ്ങളെല്ലാം നമ്മൾ വളരാൻ ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ഏതെന്ന് വെച്ചാൽ 30-10-10 എന്നിട്ടൊരു NPK ഉണ്ട്. നമ്മളത് മേടിച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഒരു നൈട്രജൻ കൂടുതൽ അടങ്ങിയ ഒരു വളമാണ്. അപ്പൊ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടി അഗ്രസീവായിട്ട് വളരാൻ തുടങ്ങും. നന്നായിട്ട് ഇലകളൊക്കെ വരും, അതുപോലെ ശിഖരങ്ങൾ വരും. അപ്പൊ ചെടി നന്നായിട്ടൊന്ന് വളരും. അത് വളർന്നു വന്ന് അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ച ഒരു ലെവലിൽ ക്രോപ്പ് ചെയ്യാൻ പാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ബുഷാക്കി നിർത്താനുള്ള വീഡിയോ ഞാൻ മുൻപത്തെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊടുക്കുന്ന വളം 13-27 എന്നിട്ടുള്ള വളമാണ്. അപ്പൊ അത് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് പൂ ഉണ്ടാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളമാണത്. നൈട്രജനും കൂടുതൽ ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ട് പൂ വരും. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ചെടി കൊണ്ടുവരേണ്ടത്. ചെടി നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ നമ്മളത് പൂവിടാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മൾ ചെടി ഒന്ന് പൊങ്ങി വരാനൊക്കെ ഒരു സാവകാശം കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഒരു സാവകാശം ക്ഷമയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് വളർന്നു വലുതാവും. നമ്മൾ ഒരിക്കലും ചെടി കൊണ്ടുവന്ന ശേഷം പലരും ഒട്ടുമാവിന്റെ തൈകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കായ്ക്കാനുള്ള തന്ത്രപ്പാടിലായിരിക്കും. പലരും പെട്ടെന്ന് കായ്പ്പിച്ച് എങ്ങനെയെങ്കിലും അതിന് മാങ്ങ കഴിക്കുന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും അത് കൊണ്ടുവരിക. പിറ്റേ വർഷം തന്നെ പൂവിടും. ആ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ ആ പൂവെല്ലാം നുള്ളിക്കളയാം. നമുക്ക് അല്പം സങ്കടം ഉണ്ടായിരിക്കും പൂവൊക്കെ നുള്ളിക്കളയാന്. തീർച്ചയായിട്ടും നമ്മൾ നുള്ളിക്കളഞ്ഞാൽ വരും വർഷങ്ങൾ നന്നായിട്ട് ചെടി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. മറിച്ച് നമ്മൾ അതിൽ മാങ്ങ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വളങ്ങളെല്ലാം കൊടുത്ത് ആ പൂവ് അതേപോലെ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് ചെടി മാങ്ങയിലേക്ക് കൊടുക്കുന്നുള്ള കാര്യം എപ്പോഴും ഓർക്കുക. ചെടിക്ക് വളരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെടി വേരിലൂടെ വലിച്ചെടുക്കും. അത് നേരെ മാങ്ങയിലേക്കാണ് പോവുക. അപ്പൊ നമ്മൾ മാങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടി വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകാനൊക്കെ ഒരുപാട് ചാൻസ്. മറിച്ച് നമ്മൾ ആ മാങ്ങയാവാൻ നിൽക്കാതെ നമ്മൾ ആ പൂ അങ്ങ് നുള്ളിക്കളഞ്ഞാൽ ചെടി നന്നായിട്ട് വളരും. വലിച്ചെടുക്കുന്ന ഊർജ്ജം മൊത്തം ചെടിക്ക് കമ്പുകൾ ഉണ്ടാക്കാനും ഇലകൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കും. അതോടുകൂടി ചെടി നന്നായിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങും. അതേപോലെ തന്നെയാണ് നമ്മൾ മറ്റു ചെടികളുടെ കാര്യത്തിലും. റോസ് ആയാലും മറ്റെന്ത് ചെടികളായാലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൂടാനല്ല നോക്കേണ്ടത്. അന്ന് ചെടി നമ്മൾ മനസ്സിലെ രൂപം നമ്മൾ കാണുക. മനസ്സിൽ ഇന്ന രൂപത്തിൽ ഇന്ന ബുഷായിട്ട് നമുക്ക് ചെടി കിട്ടുമെന്ന് മനസ്സിലങ്ങ് കാണാം. എന്നിട്ട് അത് എത്തുന്നവരെ നമ്മൾ പൂടാൻ വേണ്ടി അനുവദിക്കരുത്. പൂട് അനുവദിക്കാതെ നമ്മൾ നുള്ളി കൊടുക്കുമ്പോൾ മൊട്ടെല്ലാം വരുമ്പോൾ നുള്ളി കൊടുക്കുക. ആ നുള്ളി കൊടുക്കുമ്പോൾ അതിന് പകരം ഒരുപാട് ശിഖരങ്ങൾ എന്ന് പൊട്ടി മുളച്ചുണ്ടാവും. ആ ശിഖരങ്ങളെല്ലാം ബാക്കി വരും കാലം പൂടിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം 30-10-10 NPK മേടിക്കുക. നമ്മൾ നന്നായിട്ട് ചെടി നനയത്തക്ക വിധം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ചെടി നന്നായിട്ട് അഗ്രസീവായിട്ട് വളരാൻ തുടങ്ങും. ഇങ്ങനെ അഗ്രസീവായിട്ട് വളർന്ന ശേഷം നമ്മൾ അത്യാവശ്യം നമുക്ക് പൂടിപ്പിക്കാൻ പറ്റിയ പാകത്തിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 13-27 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മണ്ണിൽ എല്ലുപൊടിക്ക് ചേർത്ത് കൊടുക്കാം, വേപ്പും മണ്ണാക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. വളർച്ചാ ഘട്ടങ്ങളിൽ മാത്രം നമുക്ക് പച്ചച്ചാണകം കലക്കിയിട്ട് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പൂടേണ്ട സമയത്ത് നമ്മൾ പച്ചച്ചാണകം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പൂടേണ്ട സമയമാകുമ്പോൾ നമുക്ക് ഉണക്ക ചാണകം, എല്ലുപൊടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചെടി അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.